തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മാർച്ചിൽ ആരംഭിക്കുമെന്ന് ഇ ശ്രീധരൻ. ഏത് സർക്കാർ വന്നാലും ലൈറ്റ് മെട്രോയുമായി മുന്നോട്ട് പോകാനാകുമെന്ന് ആത്മവിശ്വാസമുണ്ട്. കൊച്ചി മെട്രോയുടെ ആദ്യ സർവീസ് നവംബർ 1 നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ മാറിയാലും ലൈറ്റ് മെട്രോ പദ്ധതിക്ക് തടസ്സങ്ങൾ ഉണ്ടാവില്ലെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിക്കും. മാർച്ച് 4 കോഴിക്കോട്ടും മാർച്ച് 9 തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടക്കും. ടെൻഡർ നടപടികൾക്കുള്ള പത്രങ്ങൾ ഒരുക്കാനും സ്ഥലമേറ്റെടുപ്പിനുള്ള രൂപരേഖ തയ്യാറാക്കാനുമുള്ള നടപടികൾ DMRC ആരംഭിച്ചു കഴിഞ്ഞതായി ഇ ശ്രീധരൻ അറിയിച്ചു. ഫ്ലൈ ഓവറുകളുടെ എസ്റ്റിമേറ്റ് കണക്കാക്കലും പുരോഗമിക്കുകയാണ്. ലൈറ്റ് മെട്രോ പദ്ധതി നടപ്പാക്കുന്നതിനായി ജപ്പാൻ സർക്കാരിന്റെ സാമ്പത്തിക ഏജൻസിയായ ജിക്കയിൽ നിന്നും സ്റ്റെപ്പ് വായ്പ സ്വീകരിക്കണമെന്നാണ് DMRCയുടെ അഭിപ്രായം. ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അവരുടെ നോർമൽ ലോൺസ് ആർക്കും കൊടുക്കുന്നില്ല, നിർത്തി. ലാസ്റ്റ് ലോൺ ബോംബെക്കാണ് കൊടുത്തിരിക്കുന്നത്, ബോംബെ ലൈൻ നമ്പർ 3. അതിനുശേഷം എല്ലാത്തിനും അവർ ഈ സ്റ്റെപ്പ് ലോണേ കൊടുക്കുന്നുള്ളൂ. ഈ സ്റ്റെപ്പ് ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ടേംസ് ഫോർ എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എന്നാണ് സ്റ്റെപ്പ് ലോൺ. അത് പ്രകാരം എടുക്കാനാണ് ഞങ്ങൾ കമ്മിറ്റി ചെയ്തിരിക്കുന്നത്. അത് കേരള ഗവൺമെന്റ് അതിനെ എക്സാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള പിറവി ദിനത്തിൽ കൊച്ചി മെട്രോ യാത്രക്കാരുമായി ആദ്യ സർവീസ് നടത്തും. ആലുവ മുതൽ പാലാരിവട്ടം വരെയാണ് ആദ്യ സർവീസ്. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് വരെ സർവീസ് നീട്ടാനുള്ള ശ്രമങ്ങൾ DMRCയുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നും ഇ ശ്രീധരൻ അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.